നിങ്ങൾ PSC പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏതെങ്കിലും PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യുകയും അറ്റൻഡ് ചെയ്യുകയും വേണം. പല ആൾക്കാരും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും അവർ വാക്കൻസി നോക്കും. അപ്പോൾ കുറഞ്ഞ വാക്കൻസി ഉണ്ടാവുള്ളൂ. അങ്ങനെ പല ആൾക്കാരും അറ്റൻഡ് ചെയ്യാതിരിക്കാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഫയർഫോഴ്സിൽ ജോലിയിൽ കയറുന്നതിന് മുമ്പ് ഇതിന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വെറും 16 വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓൾ കേരള സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ പല ആൾക്കാരും അപ്ലൈ ചെയ്തില്ല, ഞാനും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ അവസാന ദിവസമാണ് എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, അങ്ങനെ അപ്ലൈ ചെയ്തു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് വരുന്ന സമയത്ത് ഏകദേശം 360ഓളം പേരെയാണ് ഒരുമിച്ച് അപ്പോയിൻറ്റ് ചെയ്തത്. അഥവാ ഇത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു 16 വേക്കൻസി. പക്ഷേ ഇത് അപ്പോയിൻമെൻറ്റ് വരുന്ന സമയത്ത് ഒരുപാട് വേക്കൻസികളാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഓരോ തവണ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചും കൂടി ആ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്ത് ചെയ്യും നമ്മൾക്കുണ്ടാവും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആവില്ല ഓരോ എക്സാം ഹാളിൽ പോകുമ്പോഴും. ഇപ്പം നിരന്തരം നമ്മൾ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യോഗ്യത ഉള്ള ഏതെങ്കിലും PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആ എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇനി ഏത് മത്സര പരീക്ഷകൾക്കും കോൺഫിഡൻസോടെ തയ്യാറെടുക്കാം ലാമൻ ബുക്സിലൂടെ. PSC, SSC, കേട്ടറ്റ് ആൻഡ് സ്കോളർഷിപ്പ് എക്സാംസ്.